Hi all. So today what we are going to study is form handling in PHP. So previous lecture നമ്മൾ functions എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചായിരുന്നു. Arrays and multidimensional arrays എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നും പഠിച്ചിട്ടുണ്ട്. So we have to understand those things to move into the form handling part. So form handling part form എന്ന് വെച്ച് കഴിഞ്ഞാൽ what exactly a form is. A form is a page where user can give his own inputs, or a page where user can give inputs to do some processing. The user കയ്യിൽ നിന്ന് input വാങ്ങിക്കണമെങ്കിൽ in HTML we create forms. Forms includes input text area, text box, radio button, checkbox, menu, ഇങ്ങനെ കുറേ selection statements. All these things are present inside form. So form user enter ചെയ്യുന്ന form എങ്ങനെയാണ് നമുക്ക് സെർവറിലോട്ട് സെൻഡ് ആകുന്നത്, ഹൗ വി ക്യാൻ സെൻഡ് ദോസ് തിങ്സ് ടു ദ സെർവർ ആൻഡ് ഡു സം പ്രോസസ്സിങ്. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി. സോ ഫസ്റ്റ് തിങ് ദാറ്റ് വി നീഡ് ഹിയർ ഇസ് എ ഫോം. അതായത് നമുക്കൊരു HTML ഫോം ആവശ്യമുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ രണ്ട് ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫ്രണ്ട് പേജ് ആൻഡ് ദിസ് ഇസ് ദി ബാക്ക് പേജ്. ബാക്ക് പേജിൽ ഉദ്ദേശിക്കുന്ന ബാക്ക് ആൻഡ് വർക്ക് ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദി PHP സെർവർ സൈഡിൽ സ്ക്രിപ്റ്റ് ചെയ്യുന്നതിൻ്റെ പാർട്ടാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇവിടെ ഞാൻ എൻ്റെ HTML ഫോം ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. HTML form create ചെയ്യാൻ വേണ്ടി I started the HTML tag and then you have the head tagനകത്ത് you're going to put a title here. ഞാനൊരു ചെറിയ ലോഗിൻ പേജ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലോഗിൻ പേജ് ഇതിനകത്ത് ചെറിയതായിട്ട് നമുക്ക് ടാഗ്സ് എലമെൻറ്റ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. ലൈക്ക് ഫസ്റ്റ് we will go for text boxes and submit button. Later we go for some checkbox ഇന്ന് എങ്ങനെ ഡേറ്റ റിട്രീവ് ചെയ്യാം എന്നുള്ളതെല്ലാം നമുക്ക് കാണാം. So first we'll create this form first. അത് കഴിഞ്ഞ് നമുക്ക് എങ്ങനെ ഡേറ്റ സെർവറിലോട്ട് സെൻഡ് ചെയ്യാം എന്നുള്ളതാണ് സെക്കൻഡ് പാർട്ട്. സോ ടൈറ്റിലായിട്ട് ഞാൻ ലോഗിൻ പേജ് എന്നാണ് കൊടുത്തത്. ആൻഡ് ഐ എം ഗോയിങ് ടു ക്ലോസ് ദി ഹെഡ് പാർട്ട് ആൻഡ് ദെൻ വിൽ ഗോ ടു ദി ബോഡി പാർട്ട് ഓഫ് ദി HTML പേജിൻ്റെ ബോഡി പാർട്ട്. ബോഡിയിലാണ് നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനൊരു ഹെഡിങ് ഞാൻ കൊടുക്കുകയാണ്. ലൈക്ക് ലോഗിൻ പേജ്. ഐ എം ഗിവിങ് ഇറ്റ് ആസ് ലോഗിൻ പേജ് ആൻഡ് ഐ എം ഗോയിങ് ടു കീപ് ഇറ്റ് ഇൻ ദി സെൻറ്ററിൽ അലൈൻ ചെയ്യാൻ വേണ്ടി ഐ എം യൂസിങ് ഇറ്റ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഫോം ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ എളുപ്പത്തിന് വേണ്ടി ഐ എം ജസ്റ്റ് ക്രിയേറ്റിംഗ്. നൗ വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് ദി ടെക്സ്റ്റ് ബോക്സ്. ദാറ്റ് ഈസ് we need a text box for typing your username, another text box for typing your password. So for typing your text box, first I am going to give the label for the text box, that is user name. Label tag കൊടുക്കണമെന്നില്ല, but proper way എന്ന് പറഞ്ഞാൽ you put the label tag, and if you want ഈ ലേബിൾസ് റിട്രീവ് ചെയ്യണമെങ്കിലും you need label tag there. And then I am going to go for the input type is equal to text എന്ന് പറഞ്ഞാൽ you are going to create a text box. ഒരു ടെക്സ്റ്റ് ബോക്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് ഒരു സിമ്പിൾ ഫോമാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ലേബിൾ, അടുത്തതെന്ന് പറഞ്ഞാൽ പാസ്വേഡ്, and again label close. Input പാസ്വേഡ് ആകുമ്പോൾ നമുക്ക് നോർമലി യൂസർ ടൈപ്പ് ചെയ്യുന്നത് വ്യൂ ചെയ്യാൻ പാടില്ല. സോ ദ ടൈപ്പ് വുഡ് ബി നോട്ട് ടെക്സ്റ്റ് ബോക്സ്, ഇറ്റ് ബി എ പാസ്വേഡ് എന്ന് പറയുന്ന ബോക്സ് ആയിരിക്കും. സോ ഇവിടെ നമ്മൾ രണ്ട് ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടുന്ന ഒരു ബട്ടണാണ്. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു സബ്മിറ്റ് ബട്ടണാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന സബ്മിറ്റ് ബട്ടൺ. ആൻഡ് that's it, and then I'm going to close the form. So ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ടെക്സ്റ്റ് ബോക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ the first thing that you have to do is you have to start with a form. ഫോമിനകത്ത് വേണം ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ. and I'm going to end the form. later I'm going to end the body part. finally HTML ഞാൻ എൻഡ് ചെയ്തു. ഇതൊരു സിമ്പിൾ HTML ഇതാണ്. HTML ഫോം ക്രിയേറ്റ് ചെയ്തേക്കുന്നത് യൂസർ നെയിം, പാസ്വേഡ്. So let's I'm going to my location and I'm going to click on front page. So you can see there ഒരു യൂസർ നെയിമും ഒരു പാസ്വേഡും ഒരു സബ്മിറ്റ് ബട്ടണും നമ്മുടെ യൂസറിൻ്റെ ഇതിൽ ഉണ്ട്. Now what we need is, നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചപ്പോൾ വി യൂസ് ദിസ് ഫോംസ്. ജാവാസ്ക്രിപ്റ്റിനകത്ത് എങ്ങനെ ഫോംസിനെ ആക്സസ് ചെയ്യാമെന്നുള്ളത് വെച്ച് വി യൂസ്ഡ് IDs ഫോർ ഈച്ച് ലേബിൾ. ഓരോ എലിമെൻറ്റിൻ്റെയും കൂടെ ലൈക്ക് ദിസ് ഇൻപുട്ട് ടെക്സ്റ്റിൻ്റെ കൂടെ വി ഹാവ് ക്രിയേറ്റഡ് വൺ ID ഹിയർ. ID യൂസ് ചെയ്തായിരുന്നു ജാവാസ്ക്രിപ്റ്റിൽ ആക്സസ് ചെയ്തുകൊണ്ടിരുന്നത് ഫോം എലമെൻറ്റ്സിനെ. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഹിയർ യു ആർ ഗോയിങ് ടു ആക്സസ് യൂസിങ് നെയിം. അതായത് ഓരോ എലമെൻറ്റ്സ് വാട്ട് എവർ ദി ഫോം എലമെൻറ്റ്സ് ദാറ്റ് യു ഹാവ്, ആ ഓരോ ഫോം എലമെൻറ്റ്സിൻ്റെയും ID യൂസ് ചെയ്തുകൊണ്ടാണ്
ഐഡി അല്ല, നെയിം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആക്സസ് ചെയ്യാൻ പോകുന്നത്. സോ യു ക്യാൻ ഗിവ് എനി നെയിം ഫോർ ഈച്ച് എലമെൻറ്റ്. സോ ഇവിടെ ഞാൻ യൂസർ നെയിം ആയതുകൊണ്ട് ഞാൻ യു നെയിം എന്നൊരു നെയിമാണ് കൊടുക്കുന്നത്. അനദർ വൺ ഇസ് പാസ്വേഡ്. അതിന് ഞാൻ കൊടുക്കുന്ന നെയിം എന്ന് പറഞ്ഞാൽ പാസ്വേഡ് എന്ന് പറഞ്ഞ നെയിം. സബ്മിറ്റിനും യു ക്യാൻ ക്രിയേറ്റ് എ നെയിം ഹിയർ ബിക്കോസ് you can give any name here, so no problem with that. So ഈ ഓരോ എലമെൻറ്റ്സിൻ്റെയും നെയിം യൂസ് ചെയ്താണ് നമ്മൾ ഫോം എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യാൻ പോകുന്നത്. സോ ഓരോ ഫോം എലമെൻറ്റ്സിനും യു ഷുഡ് ഗിവ് എ നെയിം ഹിയർ. ഇവിടെ ടെക്സ്റ്റ് ബോക്സിന് ഒരു നെയിം കൊടുത്തു, യു നെയിം. അനദർ ടെക്സ്റ്റ് ബോക്സ് കൊടുത്തു, പാസ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇതൊരു സാധാ ഫോമാണ്. ഈ ഫോമിൽ ഞാൻ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ യു ഡോണ്ട് ഹാവ് എനിത്തിങ് ദർ. ഒന്നും പോകുന്നില്ല, വെബ് പേജിലോട്ടോ എവിടോട്ടോ പോകുന്നില്ല. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ PHPയിൽ ഫോമിനെ, അതായത് ഒരു ക്ലയൻറ്റ് ബ്രൗസറിൽ നിന്ന് ഒരു ഫോമിനെ വെബ് സെർവറിലോട്ട് സെൻഡ് ചെയ്യുന്ന രണ്ട് മെത്തേഡ് യൂസ് ചെയ്താണ്. ദ ഫസ്റ്റ് മെത്തേഡ് ഇസ് ഗെറ്റ് മെത്തേഡ് ആൻഡ് ദ സെക്കൻഡ് മെത്തേഡ് ഇസ് പോസ്റ്റ് മെത്തേഡ്. ഈ രണ്ട് മെത്തേഡാണ് കോമൺലി ഒരു ക്ലയൻറ്റ് മെഷീനിൽ നിന്ന് വെബ് സെർവറിലോട്ട് ഡാറ്റ സെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ്, ഗെറ്റ് മെത്തേഡ് ആൻഡ് പോസ്റ്റ് മെത്തേഡ്. രണ്ട് മെത്തേഡിനും അതിൻ്റേതായ ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് ഐ വിൽ ഷോ ഇറ്റ്. ഫസ്റ്റ് വി വിൽ സീ ഹൗ ടു ആക്സസ് PHP, അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ എങ്ങനെ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് സെൻഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ എനിക്കിവിടെ വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു സബ്മിറ്റ് ബട്ടൺ അടിക്കുമ്പോൾ ഇറ്റ് ഷുഡ് ഗോ ടു സം അതർ പേജ് ഓർ ഇറ്റ് ക്യാൻ യു ഡു സം പ്രോസസ് ഇൻ സം പേജിനകത്തൊരു പ്രോസസ്സിങ് നടക്കണം. സോ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു PHP പേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഒരു PHP പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ PHP പേജിനകത്ത് what I will do is I am just writing echo the page is on എന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് when I type that I will tell, ഇപ്പോൾ ഞാൻ വെറുതെ ഒരു സാധാ ഒരു PHPക്കകത്ത് ജസ്റ്റ് പേജസ് ഓൺ എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഞാൻ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ഓപ്പൺ അപ്പ് ദിസ് പേജ്. ഈ പേജ് ഓപ്പൺ ആകണം. സോ ഹൗ ക്യാൻ വി ഡു ദാറ്റ്? അതിനു വേണ്ടി വാട്ട് വി വിൽ ഡു ഇസ് ഈ ഫോമിനകത്ത് തന്നെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ഹാപ്പൻ, ഒരു ആക്ഷൻ നടക്കണം. ആ ആക്ഷൻ എന്തുവാണെന്നുള്ളതാണ്. സോ വാട്ട് ഐ എം ഡൂയിങ് ഇസ് ഐ എം ഗോയിങ് ടു ക്ലിക്ക് ഓൺ ഫോം ആക്ഷൻ ഈസ് ഈക്വൽ ടു ഏത് PHP പേജിലോട്ടാണോ പോകേണ്ടത് ആ PHP പേജിൻ്റെ നെയിം. സോ ഇത് നമ്മുടെ ഈ പേജിൽ, ഈ കറണ്ട് പേജിൽ തന്നെ റൺ ചെയ്യാം, നോ പ്രോബ്ലം. ബട്ട് ബെറ്റർ ഗോ ഫോർ എ സെപ്പറേറ്റ് PHP ഫയൽ ഫോർ ഡൂയിങ് ദിസ് തിങ്. അല്ലെങ്കിൽ വി ഹാവ് ടു യൂസ് PHP സെൽഫ് എന്ന് പറഞ്ഞൊരു കീവേഡ് യു ക്യാൻ യൂസ് ഈ ഫംഗ്ഷൻ ടു ഡു ഇറ്റ് ഇൻ ദ സെയിം. അത് നമുക്ക് ലേറ്റർ ലെക്ചേഴ്സിൽ കാണാം. സോ ഫോം ആക്ഷൻ ബാക്ക് പേജ് ഡോട്ട് PHP എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ഇറ്റ് വിൽ ഡൂ ഇസ് ഇറ്റ് വിൽ വെനെവർ യു ക്ലിക്ക് ആൻ ആക്ഷൻ, ഒരു ആക്ഷൻ ഇതുവരെയായിട്ട് ഞാൻ ഡാറ്റ ഒന്നും സെൻഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വാല്യൂ ബാക്ക് പേജ് ഡോട്ട് PHPയിലോട്ട് പോകും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ജസ്റ്റ് യൂസർ നെയിം പാസ്വേഡ് ഒന്നും കൊടുത്തില്ല. പക്ഷേ ഞാൻ സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് മൂവിങ് ടു ദി PHP പേജ്. അതായത് നമ്മൾ നേരത്തെ ഡാറ്റ ഒന്നും സെൻഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ യു മൂവ് ടു ദാറ്റ് ലൊക്കേഷൻ. ദാറ്റ് ഈസ് നമ്മുടെ ഡാറ്റ ഒന്നും നമ്മൾ സെൻഡ് ചെയ്തിട്ടില്ല ഇതുവരെ. ഇവിടെ ഫോം ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് എന്ന് പറഞ്ഞ ആക്ഷൻ നടക്കുമ്പോൾ ഇറ്റ് കണക്ട്സ് ടു ദാറ്റ് പേജ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്, ഇനി ഇവിടെ ഞാൻ ഡാറ്റ എൻ്റർ ചെയ്യുന്നത്, യൂസർ എൻ്റർ ചെയ്യുന്ന ഡാറ്റ ഗെറ്റ് മെത്തേഡ് വെച്ച് എങ്ങനെയാണ് PHP ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. സോ മെത്തേഡ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് മെത്തേഡ് ആക്ഷൻ്റെ കൂടെ തന്നെയാണ്. മെത്തേഡ് ഈക്വൽ ടു ഗെറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് എല്ലാം സെൻഡ് ആവുന്നത് ഗെറ്റ് മെത്തേഡ് വെച്ചിട്ടാണ്. ഗെറ്റ് മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഗെറ്റ് ആണെങ്കിലും പോസ്റ്റ് മെത്തേഡ് ആണെങ്കിലും URL എൻകോഡിംഗ് ടെക്നിക്ക് വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. URL എൻകോഡിംഗ് എന്ന് പറയുന്ന ടെക്നിക്കാണ്. പക്ഷേ ഗെറ്റ് മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്ലോബൽ. നമ്മൾ അടിക്കുന്ന ഡേറ്റാസ് എല്ലാം യൂസറിന് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. യൂസറിനുള്ള ക്ലയൻറ്റ്സ് അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിൽ വ്യൂ ചെയ്യാവുന്ന രീതിയിലാണ്. ഈ ഗെറ്റ് മെത്തേഡിന് നമ്മൾ പറയുന്ന സൂപ്പർ ഗ്ലോബൽ വേരിയബിൾസ് എന്നും പറയും. ഐ വിൽ ടെൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. ഇവിടെ ഞാൻ ഗെറ്റ് മെത്തേഡ് വെച്ച് ഡാറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഡാറ്റ സെൻഡ് ചെയ്യുകയെന്ന് വിളിച്ചു, ലെറ്റ്സ് തിങ്ക് ലൈക്ക് ദാറ്റ്. സോ ഐ എം ജസ്റ്റ് റണ്ണിങ് ദിസ് പ്രോഗ്രാം ഗെറ്റ് മെത്തേഡ് വെച്ചിട്ടാണ്. ബട്ട് പ്രീവിയസ്ലി നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു ഗെറ്റ് മെത്തേഡ് കൊടുക്കാതെയും നമ്മൾ സബ്മിറ്റ് കൊടുത്തപ്പോൾ ആ പേജിലോട്ട് പോയായിരുന്നു. ഇപ്പോൾ നമ്മൾ മെത്തേഡ് ഒന്നും സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് നമ്മുടെ ബ്രൗസർ അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻറ്റ് സൈഡിൽ നിന്ന് ഡേറ്റാസിനെ സെൻഡ് ചെയ്യുന്നത് ഗെറ്റ് മെത്തേഡ് വെച്ചിട്ടാണ്. അതായത് നമ്മൾ ഒന്നും കൊടുത്തില്ല, ലൈക്ക് പ്രീവിയസ്ലി വി ഹാവ് ഡൺ ദാറ്റ്. ഇവിടെ ഞാൻ മെത്തേഡ് ഈസ് ഈക്വൽ ടു ഗെറ്റ് കൊടുത്തില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് the data that is entered in the form will be sent as
send using the get method. പക്ഷേ get methodൻ്റെ പ്രത്യേകത എന്തുവാന്നുള്ളതാണ് വി വിൽ സീ ഇറ്റ് നൗ. ഇവിടെ ഞാൻ ഗോപു എന്നൊരു ഡേറ്റ കൊടുത്തു, പാസ്വേഡ് ഞാൻ ടൈപ്പ് ചെയ്തു, സബ്മിറ്റ് കൊടുത്തു. ഇറ്റ് വിൽ ഗോ ടു ദ അതർ പേജ് ലൈക്ക് PHP. ഇവിടെ മാറ്റമൊന്നുമില്ല. ബട്ട് വാട്ട് ദ ഗെറ്റ് മെത്തേഡ് ഹാപ്പൻസ് ഇസ് ഇവിടം വരെയാണ് നമ്മുടെ PHP പേജ് ഉള്ളത്. പക്ഷേ അത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ഇൻ ദി URL that whatever you have given as password or whatever you have given as name, it is showing in the URL. So ഇതാണ് ഗെറ്റ് മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത. ഇറ്റ് ഈസ് എ ഗ്ലോബൽ വേരിയബിൾ ദറ്റ് ക്യാൻ ബി ആഡഡ്. ഈ പ്രോസസ്സിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗോപു ഓരോ എലമെൻറ്റ് കഴിയുമ്പോൾ പാസ്വേഡ് എന്നുള്ളതിന് മുമ്പായിട്ട് ഒരു ആംബ്രസൻ സിമ്പൽ, അതായത് ഓരോ യൂസർ നെയിം കഴിഞ്ഞ് പാസ്വേഡ്, അത് ഇതിനാണ് URL എൻകോഡിംഗ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇഫ് ദർ ഇസ് എ സ്പേസ് ദാറ്റ് യു ആർ ഗിവിങ്, അതൊരു പ്ലസ് സിമ്പൽ വെച്ചായിരിക്കും സ്പേസ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇങ്ങനെ ഇതിനെയാണ് URL എൻകോഡിംഗ് മെത്തേഡ് വെച്ച് ചെയ്യുന്നത്. പക്ഷേ URL എൻകോഡിംഗ് മെത്തേഡ് വെച്ച് ഗെറ്റ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ദി ഡേറ്റാസ് വിൽ ബി സെൻഡ് ത്രൂ ദി URL ഇറ്റ്സെൽഫ്. ഈ URL വഴി തന്നെയാണ് ഡേറ്റ സെൻഡ് ആവുന്നത്. ദാറ്റ് ഈസ് ആക്സസിബിൾ ടു മെനി പീപ്പിൾ. ഇതൊരു നല്ല പ്രവണതയല്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഗെറ്റ് മെത്തേഡ് ഇസ്. ബട്ട് ഞാൻ ഈ ഗെറ്റ് മെത്തേഡിന് പകരം ഇഫ് ഐ എം ഗിവിങ് എ പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും URLൻ്റെ കൂടെ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡേറ്റാസ് സെൻഡ് ആകത്തില്ല. ഞാനിപ്പോൾ പോസ്റ്റ് മെത്തേഡ് ആക്കി. നൗ ഇഫ് ഐ ടൈപ്പ് എനിത്തിങ്, ഇവിടെ എന്ത് ടൈപ്പ് ചെയ്താലും സബ്മിറ്റ് ചെയ്താലും ഇറ്റ് ഗോ ടു ദി ജസ്റ്റ് എ മിനിറ്റ്. യു ക്യാൻ സീ ദാറ്റ് ഇവിടെ നോക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് URLസിലൊന്നും ക്രിയേറ്റ് ആകുന്നില്ല. ഒന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ ഡേറ്റ എൻ്റർ ചെയ്ത് നോക്കാം. ഫ്രണ്ട് പേജ് അടിച്ചു. ഇവിടെ ഞാൻ 2 ഡേറ്റ പ്രീവിയസ്ലി ഗെറ്റ് മെത്തേഡിൽ നമ്മൾ അടിച്ച ഡേറ്റ എല്ലാം ഈ URL കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു സെൻഡ് ഇറ്റ്. യു ക്യാൻ സീ ദാറ്റ് back.php കൊണ്ട് എൻഡ് ആകുന്നു. ഇത് കഴിഞ്ഞ് ഡേറ്റാസ് സെൻഡ് ആകുന്നില്ല. പക്ഷേ ഗെറ്റ് മെത്തേഡിൽ ഇറ്റ് വിൽ ബി ഷോൺ ഇൻ ദി URL. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് മെത്തേഡിൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് സെൻഡ് ചെയ്യുന്നത് ഈ HTTP ഹെഡറിൻ്റെ കൂടെയാണ്. സോ ഇറ്റ് വോണ്ട് ബി ഷോൺ ടു ദി യൂസറിന് ആ ക്ലയൻറ്റ് മെഷീനിൽ അതിന് വിസിബിൾ ആയിരിക്കത്തില്ല. So that is the difference between get and post. And another problem with get method is നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് നമ്മൾ URL എംബഡ് ചെയ്ത് അയക്കുന്നത് കൊണ്ട് നമുക്ക് എൻ്റർ ചെയ്യാവുന്ന ഡേറ്റാസിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന് മേലോട്ട് എൻ്റർ ചെയ്യാൻ ഇത് അലൗഡ് അല്ല. പക്ഷേ പോസ്റ്റ് മെത്തേഡ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. it allows to give a large amount of data. പോസ്റ്റ് മെത്തേഡ് കാരണം URL യു ഹാവ് എ സ്പേസ് ഫോർ URL ഒരു ലെവലിന് മേളിലോട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. സോ അതാണ് ഗെറ്റ് മെത്തേഡിൻ്റെ വേറെ ഡിസഡ്വാൻറ്റേജ്. ബട്ട് ഗെറ്റ് മെത്തേഡ് ഈസ് ഫാസ്റ്റർ ദാൻ പോസ്റ്റ് മെത്തേഡിനെക്കാട്ടി ഫാസ്റ്റായിട്ട് ഡേറ്റ പ്രോസസ്സിങ് ചെയ്യാൻ പറ്റുന്നത് ഗെറ്റ് മെത്തേഡാണ്. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗെറ്റ് ആൻഡ് പോസ്റ്റ്. ബാക്കി വർക്കിംഗ് എല്ലാം വളരെ സിമ്പിളാണ്. സോ നമുക്കിപ്പോൾ ഒരു ഫോം ക്രിയേറ്റ് ചെയ്തു. ഈ ഫോമിനകത്ത് ഞാൻ രണ്ട് മെത്തേഡിൻ്റെ കേസ് പറഞ്ഞു. മെത്തേഡ് പോസ്റ്റും കാണിച്ചു, ഗെറ്റും കാണിച്ചു. ഗെറ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഷോയിങ് ഓൾ ദ ഡീറ്റെയിൽസ് ഇൻ ദി URL. പോസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ ഇറ്റ് വോണ്ട് ഷോ എനിത്തിങ് ടു ദി user. Whatever you have entered, it will be sent to the server and server will do the processing. So ഇത്രയുമാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ എങ്ങനെ നമ്മുടെ PHPക്കകത്ത് റിട്രീവ് ചെയ്യുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് പാർട്ട്. സോ വാട്ട് വിൽ ഡു ഇസ് വി വിൽ ഗോ ടു ദ PHP പേജ്. ഇവിടെ ഞാൻ ആ പേജിൽ പ്രീവിയസ്ലി നമ്മൾ ചെയ്ത പേജിൽ നിന്ന് എങ്ങനെ ഡേറ്റ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്ന യൂസർ നെയിമാണ്. അപ്പോൾ ഞാൻ ആ യൂസർ നെയിം കിട്ടുന്നതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി PHPക്കകത്ത് ഐ ഹാവ് ക്രിയേറ്റഡ് എ വേരിയബിൾ. ഇനി ഈ പേജിനകത്ത് നിന്ന് യൂസർ നെയിം എൻ്റർ ചെയ്യുന്നതിന് എനിക്ക് നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഫസ്റ്റ് ചെക്ക് വിച്ച് മെത്തേഡ് യു ആർ ഗോയിങ് ടു യൂസ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് സ്റ്റാർട്ടിങ് വിത്ത് ഗെറ്റ് തുടങ്ങാം. ഗെറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ആർ ഗോയിങ് ടു യൂസ് ദി ഗെറ്റ് വേരിയബിൾ. ഗെറ്റ് എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്താണ് നമ്മളതിനെ ആക്സസ് ചെയ്യേണ്ടത്. യു ഹാവ് ടു റൈറ്റ് ഗെറ്റ് ലൈക്ക് ദിസ് ഇസ് എ കീവേഡ്. ഈ വേരിയബിൾ നമുക്ക് വേറൊരു വേരിയബിളിൻ്റെ നെയിമായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഇസ് എ പ്രീ ഡിഫൈൻഡ് വേരിയബിൾ. ഗെറ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലായിരിക്കും ഇതിൻ്റെ സ്ക്വയർ ബ്രാക്കറ്റിൽ. എന്തുകൊണ്ടാണ് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നതെന്നുള്ള ഐ വിൽ ടെൽ. സ്ക്വയർ ബ്രാക്കറ്റിൽ ആ പർട്ടിക്കുലർ ടെക്സ്റ്റ് ഫീൽഡിന് കൊടുത്ത നെയിം, വാട്ട് വാസ് ദ നെയിം ദാറ്റ് വാസ് ഗിവൺ ഫോർ ദാറ്റ് പർട്ടിക്കുലർ ടെക്സ്റ്റ് ഫീൽഡ്,
യൂസർ നെയിമിന് കൊടുത്ത ടെക്സ്റ്റ് ഫീൽഡിന് കൊടുത്ത പേര് യു നെയിമാണ്. ആ നെയിം നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുക. യു നെയിം സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഇറ്റ് വിൽ ഡു ഇസ് ആ ഫോമിൽ നിന്ന് സബ്മിറ്റ് ബട്ടൺ അടിക്കുമ്പോൾ നേരെ ഈ PHPയിലോട്ട് ഗെറ്റ് കീവേഡ് യൂസ് ചെയ്ത് ഗെറ്റ് വേരിയബിൾ വെച്ച് വി ആർ റിട്രീവിങ് ദാറ്റ് പെർട്ടിക്കുലർ വാല്യൂ ദാറ്റ് ഇസ് സ്റ്റോർഡ് ഇൻസൈഡ് ദാറ്റ് ടെക്സ്റ്റ് ബോക്സ്. നമുക്കിതൊന്ന് എക്കോ ചെയ്ത് നോക്കാം. എക്കോ $name. അതേപോലെ എനിക്ക് പാസ്വേഡ് ഇവിടെ റിട്രീവ് ചെയ്തെടുക്കണമെങ്കിൽ ഞാൻ വേറൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. പാസ് എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. $get ഓഫ് അവിടുത്തെ പാസ്വേഡിൻ്റെ നെയിം നോക്കുക. പാസ്വേഡിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ പാസ് എന്ന് പറഞ്ഞ നെയിമാണ്. പാസ് കൊടുക്കുക. ദെൻ ഐ എം ജസ്റ്റ് പ്രിൻറ്റിങ് ദിസ്. നമുക്ക് ആ വാല്യൂ പ്രിൻറ്റ് ചെയ്യാം. ഇവിടെ ഡേറ്റ എത്തിക്കഴിഞ്ഞാൽ ഈ വാല്യൂ എന്തിനു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് പാസ് എന്ന് പറഞ്ഞ് ഡേറ്റ റിട്രീവ് ചെയ്തു. ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഞാൻ 2 വാല്യൂ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ അടിക്കുമ്പോൾ ദിസ് ആക്ഷൻ വിൽ ഹാപ്പൻ. പാസ് ചെയ്യുന്ന ഗെറ്റ് മെത്തേഡ് വെച്ചിട്ടാണ്. ഗെറ്റ് മെത്തേഡ് വെച്ചിട്ടാണെങ്കിൽ ഇവിടെയും നമ്മൾ ഗെറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ തന്നെ യൂസ് ചെയ്യുക. ആൻഡ് യു ആർ ഗോയിങ് ടു സ്ക്വയറിനകത്ത് ആ നെയിം വെച്ച് യു ആർ ഗോയിങ് ടു ആക്സസ് ഇറ്റ്. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ ഒന്നും കൂടി ഫ്രണ്ട് പേജ് ചെയ്യുകയാണ്. ആൻഡ് ഞാൻ ഗോപു എന്ന് പറഞ്ഞ് കൊടുത്തു. പാസ്വേഡ് 1234 എന്ന് പറഞ്ഞൊരു പാസ്വേഡ് ഞാൻ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് നമ്മുടെ PHPക്കകത്ത് ഈ ഫോമിനകത്തിരുന്ന ഡേറ്റയെ നമ്മൾ റിട്രീവ് ചെയ്ത് ഈ PHP ഫോമിനകത്തോട്ട് റിട്രീവ് ചെയ്തെടുത്തു. പക്ഷേ ഇവിടെ ഗെറ്റ് മെത്തേഡ് വെച്ച് ചെയ്തത് കൊണ്ട് യു ക്യാൻ സീ യൂസർ നെയിം ഗോപു, പാസ്വേഡ് 1234 സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിൻ്റെയും യു ഹാവ് ഇറ്റ് ഹിയർ 1234 എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്തു. സോ ദിസ് ഇസ് ഹൗ വി ക്യാൻ ആക്സസ് ഡേറ്റാസ് ഫ്രം യുവർ HTML ഫോം പേജിൽ നിന്ന് ഡേറ്റ. ഇതേ സെയിം പ്രോഗ്രാം ഞാൻ പോസ്റ്റ് മെത്തേഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ടു സ്പെസിഫൈ പോസ്റ്റ് ഹിയർ. പോസ്റ്റ് ആണെങ്കിൽ യു ഹാവ് ടു യൂസ് പോസ്റ്റ് കീവേഡ് ഹിയർ. പോസ്റ്റ് വേരിയബിൾ ആണ് ഇത്, കീവേഡ് അല്ല, പോസ്റ്റ് വേരിയബിൾ ആണിത്. വാട്ട് കൈൻഡ് ഓഫ് വേരിയബിൾ എന്നുള്ളത് വി വിൽ ഡിസ്കസ് നൗ. പോസ്റ്റ് വേരിയബിളിനകത്തോട്ട് നിങ്ങൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഞാൻ ഈ എപ്പോഴും റിഫ്രഷ് ചെയ്യുന്നതിന് പകരം വാട്ട് ഐ ക്യാൻ ഡൂ ഇസ് ഞാൻ സബ്മിറ്റിൻ്റെ കൂടെ ഐ എം ക്രിയേറ്റിംഗ് വൺ മോർ ബട്ടൺ ദാറ്റ് ഇസ് റീസെറ്റ്. അപ്പോൾ റീസെറ്റ് ആവും. നമ്മൾ റീസെറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടനും കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ ബാക്ക്. ഇപ്പോൾ റീസെറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കൂടെ വന്നു. ഇനി ഞാൻ ഇതൊന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഗോപു 1 2 3. ഇപ്പം ഞാൻ പോസ്റ്റ് മെത്തേഡിലോട്ട് മാറ്റി 1 2 3 4 കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് വി ഹാവ് ഇസ് വി വിൽ മൂവ് ടു ദി നെക്സ്റ്റ് പേജ്. ബട്ട് ദർ ഇസ് നോ യൂസർ നെയിം ഓർ പാസ്വേഡ് ഷോഡ് ഇൻ യുവർ URL-നകത്ത് അതൊന്നും കാണിക്കുന്നില്ല. സോ ദിസ് ഇസ് എ വേ വി ക്യാൻ ആക്സസ് ദ ഡേറ്റ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്കിത് ഡേറ്റാബേസുമായിട്ട് കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ യു ക്യാൻ ഗോ ഫോർ ഇഫ് കണ്ടീഷൻ. ഇഫിനകത്ത് യൂസർ നെയിം ഇതാണെങ്കിൽ എന്ന് ചെക്ക് ചെയ്യാം. നോ പ്രോബ്ലം. Now I will tell why we are using the square bracket and all those things. ഈ പോസ്റ്റ് ആൻഡ് പോസ്റ്റ് ആണെങ്കിലും ഗെറ്റ് ആണെങ്കിലും ദീസ് ആർ അറേ വേരിയബിൾസ്. അറേസ് ആണ്. കാരണം ഈ ഡേറ്റ ക്ലയൻറ്റിൽ നിന്ന് വെബ് സെർവറിലോട്ട് സെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അറേ ഡേറ്റ സ്ട്രക്ചറാണ്. ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒന്ന് പോസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിനെ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അറേസിനെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. വി യൂസ് $R. ഇതിനകത്ത് ഞാൻ $post എന്ന് എഴുതി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ എങ്ങനെയാണ് അറേയിൽ സ്റ്റോർ ആകുന്നതെന്നുള്ള യു ക്യാൻ വ്യൂ ഇറ്റ്. സോ ഐ വിൽ റൺ ദിസ് പ്രോഗ്രാം നൗ. സബ്മിറ്റ് കൊടുത്തു. നൗ യു ക്യാൻ സീ ഹിയർ ഇത് നമ്മൾ എൻ്റർ ചെയ്ത് ഇവിടെ അറയ്ക്കകത്താണ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അറയ്ക്കകത്താണ് സ്റ്റോർ ആകുന്നത്. അറയ്ക്കകത്ത് യൂസർ നെയിം എന്ന് പറഞ്ഞാൽ ആ അറയുടെ ഇൻഡെക്സ് ആണ്. ആ യൂസർ നെയിമിൽ സ്റ്റോർ ചെയ്തേക്കുന്ന യു നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടെക്സ്റ്റിന് കൊടുത്ത നെയിമാണ് യു നെയിം. അപ്പം നമ്മൾ അറയിൽ നിന്ന് ഡേറ്റ ആക്സസ് ചെയ്യണമെങ്കിൽ അറേ ഓഫ് ഇൻഡെക്സ് ലൊക്കേഷൻ അല്ലേ. സോ ഈ അറയുടെ നെയിമാണ് ഗെറ്റ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ അറയുടെ പേരാണ്. അറയുടെ പേരിനകത്ത് യു നെയിമിലിരിക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ retrieve ചെയ്യുന്നത്. This is the reason why we are using the square bracket. So this is an array variable. Guest ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും it is an array variable
And when you do these kind of programs like username, password, ഇങ്ങനത്തെ കാര്യങ്ങൾ ഡേറ്റ സെക്യൂർ ആയിട്ട് വെക്കാൻ വേണ്ടി always use this post method. Get method യൂസ് ചെയ്യുന്നതിലും നല്ലത് പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ്. This is how we can retrieve data from your form. ഇനി ഇതേപോലെ എൻ്റെ ഫോമിനകത്ത് ഇഫ് ഐ ഹാവ് സംതിങ് കോൾഡ് ചെക്ക് ബോക്സസ്, എനിക്ക് ചെക്ക് ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇൻപുട്ട് ചെക്ക് ബോക്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ചെക്ക് ബോക്സ് എന്നാണ് അതിൻ്റെ ടൈപ്പായിട്ട് ചെക്ക് ബോക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Then what we can do is ആ ചെക്ക് ബോക്സിനകത്ത് you have to give a name. ചെക്ക് ബോക്സിന് നെയിം കൊടുക്കുക. നെയിം എന്ന് പറഞ്ഞാൽ ഞാൻ ഓപ്ഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്, ഓപ്ഷൻ. And check box you should have a value as well. Let it be value equal to student. That will be like that. And ആ സ്റ്റുഡൻറ്റിൻ്റെ കൂടെ നമുക്ക് എന്താണ് കൊടുക്കേണ്ടത്, that is you can put it as a label for എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. ഫോർ ആ നെയിം തന്നെ സ്പെസിഫൈ ചെയ്യാം. യു ക്യാൻ പുട്ട് ലേബിൾ മതി, ലേബിൾ യൂസ് ചെയ്യാം. സോ ഇതേപോലെ ചെക്ക് ബോക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ എലമെൻസിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെക്ക് ബോക്സ് യൂസ് ചെയ്യുന്നത്. സോ വി ക്യാൻ again I am going to give one more check boxes. Faculty, and I am giving a name as faculty. Now ഈ ചെക്ക് ബോക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെക്ക് ബോക്സിന് രണ്ടിനും ഒരേ നെയിം തന്നെയാണ് കൊടുക്കേണ്ടത്. കാരണം രണ്ട് നെയിം ആയി കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ടേക്ക് ദാറ്റ് ചെക്ക് ബോക്സിൽ നെയിം രണ്ട് തവണ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ആകും. ഒരു സിംഗിൾ ചെക്ക് ബോക്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓരോന്നും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന എല്ലാം ഒറ്റ ചെക്ക് ബോക്സിനകത്ത് വരണം. സോ മൾട്ടിപ്പിൾ എലമെൻസിനെ സെലക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് യു ഹാവ് ടു ഗിവ് ദി നെയിം സെയിം ആയിട്ട് തന്നെ കൊടുക്കാൻ നോക്കുക. ഡിഫറെൻറ്റ് നെയിം കൊടുക്കാം, പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് എലമെൻ്റായി മാറും ചെക്ക് ബോക്സ്. രണ്ട് ഡിഫറെൻറ്റ് ചെക്ക് ബോക്സസ് ആയിട്ട് കൺസിഡർ ചെയ്യും. നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റിൻ്റെ കീഴിലുള്ള 4 ചെക്ക് ബോക്സ് ഒരു നെയിമിൻ്റെ കീഴിൽ വരേണ്ടതാണ്. സോ ദാറ്റ് ഈസ് വൈ വി ക്യാൻ. സോ ഇഫ് യു ഹാവ് മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഗോ ഫോർ എ സ്ക്വയർ ബ്രാക്കറ്റ്. സ്ക്വയർ ബ്രാക്കറ്റ് കാണിക്കുന്ന പറഞ്ഞാൽ ഇറ്റ്സ് കോൾഡ് ആസ് ആൻ അറേ ഇൻസൈഡ് ആൻ അറേ എന്നുള്ള രീതിയിലാണ് ഇത് കാണിക്കുന്നത്. സോ ഓപ്ഷൻ എന്ന് പറഞ്ഞ് ചെക്ക് ബോക്സ്. സോ ചെക്ക് ബോക്സിനെ ഇനി എങ്ങനെ നമുക്ക് അവിടെ റിട്രീവ് ചെയ്യാം എന്നുള്ളതാണ്. സോ ലെറ്റ്സ് സീ ദ പേജ് നൗ. യു ക്യാൻ സി 3 ചെക്ക് ബോക്സ് ഉണ്ട്, 2 ഫാക്കൽറ്റി കൊടുത്തേക്കുന്നു. ഇത് രണ്ടും സെലക്ട് ചെയ്യാൻ പറ്റും. റൈറ്റ്, ഫാക്കൽറ്റിക്ക് പകരം ഞാൻ ഗോയിങ് ടു ഗിവ് ആസ് റിസർച്ച്. ഫൈൻ. സോ നമുക്കിപ്പോൾ പേജിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി എങ്ങനെ ചെക്ക് ബോക്സിനെ നമുക്ക് റിട്രീവ് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് പാർട്ട്. അപ്പം ചെക്ക് ബോക്സിനെ റിട്രീവ് ചെയ്യണമെങ്കിൽ ഈ 3 ചെക്ക് ബോക്സും സെലക്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ 3 ചെക്ക് ബോക്സും സെലക്ട് ചെയ്യാൻ പറ്റും. അതല്ല ഒറ്റ ചെക്ക് ബോക്സ് ആണെങ്കിൽ ഒറ്റ ചെക്ക് ബോക്സും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സോ ഇതിൽ നിന്ന് നമുക്കിപ്പോൾ 2 ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് റൺ 2 ടൈംസ്. അതായത് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത് 2 ടൈംസ് റൺ ചെയ്യണം. അല്ല 3 ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പെർട്ടിക്കുലർ ചെക്ക് ബോക്സിൻ്റെ നെയിമിൽ വി ഹാവ് ടു റൺ 3 ടൈംസ്. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് വി ഹാവ് ടു ഗോ ഫോർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ആക്സസ് ദി ചെക്ക് ബോക്സ് എലമെൻറ്റ്സ്. അപ്പം ചെക്ക് ബോക്സിനകത്ത് സെലക്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം ആദ്യം. ആൻഡ് ദെൻ യു ഹാവ് ടു സെലക്ട് ഇറ്റ്. സോ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു ഇസ് ചെക്ക് ബോക്സ് റിട്രീവ് ചെയ്യുമ്പോൾ what we will do is we have to check whether the checkbox is empty or not. So empty ആണ് ഒരു വാല്യൂ, ടെക്സ്റ്റ് ബോക്സ് ആണെങ്കിലും നമ്മുടെ ചെക്ക് ബോക്സ് ആണെങ്കിലും ഒരു റേഡിയോ ബട്ടൺ ആണെങ്കിലും അത് സെലക്റ്റഡ് ആണോ അല്ലയോ, empty ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി in PHP we can use a keyword, you can use a function called empty of ഏതാണോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത്, empty of ഏത് വാല്യൂ ആണോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട വേരിയബിൾ ഏതാണ്, പോസ്റ്റ് വേരിയബിൾ ആണ്.
പോസ്റ്റ് വേരിയബിൾ ആണ്. പോസ്റ്റ് ഇവിടുത്തെ ചെക്ക് ചെയ്യേണ്ട ചെക്ക് ബോക്സ് ആയതുകൊണ്ട് അതിൻ്റെ പേര് ഇവിടെ സ്പെസിഫൈ ചെയ്യുക. ഓപ്ഷനാണ് നമ്മുടെ നെയിം കൊടുത്തിരുന്നത്, ഓപ്ഷൻ. സോ ഇവിടെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഫ് ഇവിടെ എം ടി ആണോ അല്ലയോ എന്നാണ് നോക്കുന്നത്. ഇവിടെ എം ടി അല്ലെങ്കിൽ വി വിൽ ഗോ ഫോർ ഡിസ്പ്ലേയിങ് ദി ചെക്ക് ബോക്സ്. എം ടി ആണെങ്കിൽ യു ക്യാൻ ഗീവ് ഫോർ സം അതർ എറർ. സോ ഇഫ് എം ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെക്ക് ബോക്സിന് മാത്രമല്ല, ടെക്സ്റ്റ് ബോക്സ് എം ടി ആണോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇഫ് ചെക്ക് ബോക്സ് എം ടി അല്ലെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു ഗോ ഫോർ ഈച്ച് വെച്ച് ഓരോ ചെക്ക് ബോക്സിന് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കണം. സോ ഫോർ ഈച്ച് നമ്മുടെ ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഏതാണ്? പോസ്റ്റ് ആണ്. പോസ്റ്റ് ഓഫ് ഓപ്ഷൻ ആസ് വാല്യൂ. നമ്മൾ പ്രീവിയസ്ലി ഫോർ ഈച്ച് പഠിച്ചപ്പോൾ വി ഹാവ് യൂസ് ദിസ്. ഇവിടെ എന്തോ നടക്കുന്നത് പറഞ്ഞാൽ ആദ്യം ചെക്ക് ബോക്സ്, ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞ നെയിമുള്ള എലമെൻറ്റ് ഏതാണ്? ഇറ്റ് ഇസ് എ ചെക്ക് ബോക്സ്. ആ ചെക്ക് ബോക്സിൻ്റെ എലമെൻറ്റ് എം ടി ആണോ ചെക്ക് ചെയ്യും. എം ടി അല്ലെങ്കിൽ ആ ആദ്യത്തെ എലമെൻറ്റ്, എം ടി അല്ലാത്ത എലമെൻറ്റിനെ വാല്യൂലോട്ട് കൊണ്ടുവരും. എന്നിട്ട് വി ആർ ഗോയിങ് ടു പ്രിൻറ്റ് $വാല്യൂ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡിസ്പ്ലേ ദി എലമെൻറ്റ്സ് ദാറ്റ് യു ഹാവ്. അതല്ല, ഇപ്പോൾ ചെക്ക് ബോക്സ് എം ടി ആണെങ്കിൽ, ദാറ്റ് ഈസ് ഇഫ് ഇറ്റ് ഇസ് എം ടി ആണെങ്കിൽ ഒരു എറർ മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുക, ചെക്ക് ബോക്സസ് എം ടി, ദാറ്റ് ഈസ് എൽസ് ആയിട്ട് എഴുതുകയാണ്. ചെക്ക് ബോക്സസ് എം ടി എന്ന് എഴുതാം. സോ ദിസ് ഇസ് ഹൗ വി ക്യാൻ റിട്രീവ് ഡേറ്റാസ് ഫ്രം എ ചെക്ക് ബോക്സ്. ചെക്ക് ബോക്സിനകത്ത് ഓപ്ഷൻ കൊടുക്കുക. ഓപ്ഷൻ എഴുതുമ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, യു പുട്ട് എ സ്ക്വയർ ബ്രാക്കറ്റ് വിച്ച് ടെൽസ് ലൈക്ക് ഇറ്റ് ഈസ് യു ഗോയിങ് ടു ഹാവ് മൾട്ടിപ്പിൾ സെലക്ഷൻസ് ഉണ്ടാവും. സിംഗിൾ എലമെൻ്റ് ആണെങ്കിലും മൾട്ടിപ്പിൾ സെലക്ഷൻസ് ഉള്ള കേസുകളിൽ യു ഹാവ് ടു ഗോ ഫോർ സ്ക്വയർ ബ്രാക്കറ്റ് ഹിയർ ആൻഡ് ദെൻ യു ഹാവ് ടു പ്രിൻറ്റ് ഇറ്റ് പോസ്റ്റ് ഓപ്ഷൻസ്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ യൂസർ നെയിം കൊടുക്കുകയാണ്, ഗോപു. പാസ്വേഡ് 3456. ഞാനിവിടെ ഫാക്കൽറ്റിയും റിസർച്ചറുമായിട്ട് സെലക്ട് ചെയ്തു, സബ്മിറ്റ് കൊടുത്തു. ദർ ഇസ് ആൻ എറർ മെസ്സേജ് ഹിയർ, undefined variable post. Okay, which line you have? Line number 9. Let's run it once more. Let's find the error in this issue here. So we are checking empty. Reach dollar. സോറി, ഇവിടെ നമ്മൾ അണ്ടർസ്കോർ ഇടാൻ വിട്ടുപോയി. ദാറ്റ്സ് എ റീസൺ. പോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളായിട്ട് അൺഡിഫൈൻഡ് ആയിട്ട് കാണിച്ചു. അണ്ടർസ്കോർ പോസ്റ്റ് എന്നാണ് നമ്മൾ ഇടേണ്ടത്. ഓക്കെ, ഞാൻ ഇതിനെല്ലാം ഒരു ബ്രേക്ക് കൊടുക്കുകയാണ്, കാരണം പുതിയ ന്യൂ ലൈൻ അറിയാൻ വേണ്ടി. Now let's run this program again. ഗോപു, ഞാൻ സ്റ്റുഡൻറ്റും ഫാക്കൽറ്റിയും സെലക്ട് ചെയ്തു, സബ്മിറ്റ് കൊടുത്തു. നൗ യു ക്യാൻ സി നമ്മുടെ വാല്യൂസ് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ സെലക്ട് ചെയ്ത 2 ചെക്ക് ബോക്സുകൾ വാല്യൂസും നമുക്ക് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു. സോ ഈ ഒരു HTML പേജിലിരുന്ന ഡേറ്റാസിനെ നമ്മളിപ്പോൾ PHPയിലോട്ട് റിട്രീവ് ചെയ്തതാണ്. ഇതേപോലെ റേഡിയോ ബട്ടൺ ചെയ്യുമ്പോഴും യു ക്യാൻ ഗോ ഫോർ ദ സെയിം തിങ്. റേഡിയോ ബട്ടൺ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് ടൈപ്പ് റേഡിയോ എന്ന് പറഞ്ഞാണ്. പക്ഷേ അവിടെ ചെയ്യുമ്പോൾ ഒരു ഷോയിങ് ദർ ഇസ് വൺ തിങ് ദാറ്റ് യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ചെക്ക് ബോക്സിന് വേണ്ടി ഞാൻ റേഡിയോ ആണ് കൊടുത്തേക്കുന്നത്. റേഡിയോ ബട്ടൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു തവണയെ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ഒരു എലമെൻറ്റിനെ സെലക്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. സോ ലൈക്ക് ദിസ് വി ആർ പുട്ടിങ് ദ റേഡിയോ ബട്ടൺ ആൻഡ് വി വിൽ ഗോ ഫോർ മെയിൽ. Female. So here we have
ഇൻപുട്ട് ടൈപ്പ് റേഡിയോ നെയിം ഓപ്ഷൻ വാല്യൂ രണ്ട് റേഡിയോ ബട്ടൺ ഞാൻ ക്രിയേറ്റ് ചെയ്തു. സോ ലെറ്റ്സ് റൺ ദിസ് പ്രോഗ്രാം വൺസ് മോർ. സ്റ്റുഡൻറ്റ് ഫാക്കൾട്ടി ഞാനിവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സി ഇവിടെ രണ്ടും സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് റേഡിയോ ബട്ടണിൽ. റേഡിയോ ബട്ടൺ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഇറ്റ് ഈസ് യൂസ് ടു സെലക്ട് വൺ എലമെൻറ്റ്. ഇത് രണ്ടെണ്ണം സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് രണ്ട് റേഡിയോ ബട്ടണായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം ഓപ്ഷൻ നെയിം എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ബോത്ത് ഹാസ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. സോ ഇഫ് യു മേക്ക് ഇറ്റ് ആസ് എ സിംഗിൾ വൺ, ഓൺലി വൺ എലമെൻറ്റ് ക്യാൻ ബി സെലക്റ്റഡ്. സോ ഇവ എപ്പോഴും നെയിം കൊടുക്കുമ്പോൾ സിംഗിൾ നെയിമായിട്ട് കൊടുക്കുക. സോ ഇറ്റ് വിൽ ബി വർക്കിംഗ് ലൈക്ക് ദാറ്റ്. ഇനി നോക്കിയാൽ നമ്മൾ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്ന് പറഞ്ഞ് സെലക്ട് ആവും. സോ ദിസ് ഈസ് ഹൗ വി ക്യാൻ ഡു ഇറ്റ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് മാൻഡേറ്ററി ഫീൽഡ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ടെക്സ്റ്റ് ബോക്സ് എം ടി ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് എം ടി കമാൻഡ്. അതായത് ഇപ്പോൾ നെയിമിനകത്ത് ഞാൻ ഒരു വാല്യൂ കൊടുത്തില്ലെങ്കിൽ യു ക്യാൻ ചെക്ക് വെദർ എം ടി ആണെങ്കിൽ ഇറ്റ് വിൽ ഗിവ് ആൻ എറർ ലൈക്ക് നെയിം ഇസ് എം ടി. സോ ദിസ് ഈസ് ഹൗ വി ആർ റിട്രീവിങ് ഡേറ്റാസ് ഫ്രം a ഫോമിൽ നിന്ന് ഡേറ്റ എടുത്ത് PHP ഡേറ്റ എടുത്ത് വി ക്യാൻ ഡു പ്രോസസ്സിങ്. ഇപ്പോൾ ഇത്രയും വേരിയബിളിനകത്ത് വാല്യൂ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ കമ്പയർ ദിസ് വിത്ത് ദ ഡേറ്റാബേസിനകത്തുമായിട്ട് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പാസ്വേഡ് സെയിം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. എനിത്തിങ് ദാറ്റ് ക്യാൻ ബി ഡൺ ഇഫ് യു ആർ ഏബിൾ ടു ആക്സസ് ദി ഡേറ്റ ഫ്രം ദി ഫോമിൽ നിന്നുള്ള ഡേറ്റ എടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ രണ്ട് മെത്തേഡാണ് ഇപ്പോൾ പറഞ്ഞത്, ഗെറ്റും പോസ്റ്റും. പോസ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ യൂസ് ചെയ്യേണ്ട വേരിയബിളും പോസ്റ്റ് ആയിരിക്കണം. ഗെറ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്ന വേരിയബിളും ഗെറ്റാണ്. പക്ഷേ ഇത് രണ്ടും യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡുണ്ട്. ദാറ്റ് ഈസ് മെത്തേഡ് വി കോൾ ഇറ്റ് ആസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. ഈ റിക്വസ്റ്റ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഒരു PHP പ്രോഗ്രാമിൽ തന്നെ ഗെറ്റ് മെത്തേഡും പോസ്റ്റ് മെത്തേഡും ഫോളോ ചെയ്യാൻ പറ്റും. സോ എളുപ്പത്തിന് വേണ്ടി വി ഗോ ഫോർ ദിസ് ഗെറ്റ് ആൻഡ് post method. Start with get and post method, and later we will go for the request method. So this is how we can handle forms in your PHP. PHP ഫോമിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മളിവിടെ കണ്ടത്. ഇനി ഫോമിനെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. വാലിഡേറ്റ് മീൻസ് നമ്മൾ മാൻഡേറ്ററി ഫീൽഡ്സിനെ ചെക്ക് ചെയ്യുക, ഇമെയിലിനെ ചെക്ക് ചെയ്യുക. ഇമെയിലിനെയൊക്കെ ചെക്ക് ചെയ്യാൻ there are inbuilt keywords like filter email എന്ന് പറഞ്ഞൊരു ഇൻബിൽറ്റ് കീവേഡ് തന്നെയുണ്ട്. യു ക്യാൻ ഡു that I will show it in the later lectures, but this is how you can handle forms. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫോമിൽ നിന്നുള്ള ഡേറ്റാസിനെ എങ്ങനെ റിട്രീവ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടത്. So that's all for today. Thank you.